വാർത്തകൾ തുടരുന്നു. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. CPI-യിൽ ടേം വ്യവസ്ഥയിൽ ഇളവില്ല. 3 ടേം പൂർത്തിയാക്കി 6 MLA-മാരെ ഒഴിവാക്കി. അതേസമയം കേരള കോൺഗ്രസ് എമ്മുമായി CPI നടത്തിയ സീറ്റ് ചർച്ചയിൽ ധാരണയായില്ല. 13 സീറ്റ് വേണമെന്ന നിലപാട് ആവർത്തിച്ച ജോസ് കെ മാണി കുറ്റ്യാടി സീറ്റും ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, CPI-യിൽ ടേം വ്യവസ്ഥയിൽ ഇളവില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 3 ടേം പൂർത്തിയാക്കി 6 MLA-മാരെയും ഒഴിവാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കർശനമായ നിലപാട് സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നതിന് നമുക്ക് പറയാൻ കഴിയും. കാരണം 3 ടേം അടുപ്പിച്ച് പൂർത്തിയാക്കിയ MLA-മാരെ ഇപ്രാവശ്യം മത്സരിപ്പിക്കുന്നില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം. അടുത്ത 4-ാം തീയതി വരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, MLA-മാർ, അതായത് MLA-മാർക്ക് 6 പേരെയാണ് ഒഴിവാക്കപ്പെടുന്നത്. അതേസമയം 4 മന്ത്രിമാരുണ്ട്. ഈ 4 മന്ത്രിമാർ 3 ടേം പൂർത്തിയാക്കാത്തതുകൊണ്ട് അവർ ഇത്തവണയും മത്സരരംഗത്തുണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കൊല്ലം ജില്ലയിൽ നിന്ന് 2 പേരാണ്, PS സുബാലും GS ജയലാലും. ഇത് കൂടാതെ മറ്റ് 4 പേരെ കൂടി, അതായത് V ശശി, അതുപോലെ തന്നെ E ചന്ദ്രശേഖരൻ, EK വിജയൻ, ഇങ്ങനെ തുടങ്ങി 6 MLA-മാരെയാണ് 3 ടേം വ്യവസ്ഥ പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ അവരെ ഒഴിവാക്കിയിരിക്കുന്നത്. അങ്ങനെ കർശന നിലപാട് തന്നെ CPI എടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അതേസമയം ഉഭയകക്ഷി ചർച്ച, LDF യോഗം ചേരുന്നതിന് മുന്നോടിയായുള്ള ഉഭയകക്ഷി ചർച്ചകൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായുള്ള ചർച്ചയ്ക്കിടയിൽ അവർ 13 സീറ്റാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും കുറ്റ്യാടി സീറ്റ് വേണമെന്നുള്ളൊരു ആവശ്യം അവർ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇത്തവണ ഇനി കേരള കോൺഗ്രസ് M വിഭാഗത്തിന് 13 സീറ്റുകൾ നൽകുമോ എന്നുള്ള കാര്യം പിന്നീട് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം ചെറു കക്ഷികൾ, അതായത് 1 സീറ്റിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചവർക്കും RJD പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും തന്നെ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കൂടുതൽ സീറ്റ് നൽകാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം അവർ ഏതൊക്കെ സീറ്റുകളിലാണോ മത്സരിച്ചത് ആ സീറ്റുകളിൽ തന്നെ മത്സരിക്കാൻ അനുമതി നൽകും. അതിനപ്പുറം കൂടുതൽ സീറ്റുകൾ നൽകുകയില്ല. അതേസമയം തിരുവനന്തപുരം സീറ്റ് ആന്റണി രാജു മത്സരിച്ച് വിജയിച്ച തിരുവനന്തപുരം സീറ്റ് ആർക്ക് നൽകണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇതിൽ കേരള കോൺഗ്രസ് M ഒരു അവകാശവാദം ഉന്നയിച്ചെങ്കിലും നൽകാനുള്ള സാധ്യത കുറവാണ്. അതേസമയം CPM ഏറ്റെടുക്കാനുള്ള സാധ്യതയെന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആന്റണി രാജുവിന് അവിടെ മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതേസമയം കോവളം സീറ്റ് ഏറ്റെടുക്കണമെന്ന് പാർട്ടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോവളം സീറ്റ് തൽക്കാലം ഏറ്റെടുക്കില്ല. അവിടെ RJD തന്നെ മത്സരിക്കും. അങ്ങനെയാണെങ്കിൽ ജമീല പ്രകാശമായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി. ഇത്തരത്തിൽ CPI-ൻ്റെ, അതായത് CPI-ൻ്റെയും CPI-യുടെയും ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളുടെയും ഒക്കെ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ തിരുവനന്തപുരത്ത് പുരോഗമിച്ചു വരികയാണ്. ശരി, വ്യക്തമാണ്. CPI-യിൽ ടേം വ്യവസ്ഥയിൽ ഇളവില്ല എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. 3 ടേം പൂർത്തിയാക്കി 6 MLA-മാരെ ഒഴിവാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മുമായി CPI നടത്തിയ സീറ്റ് ചർച്ചയിലും ധാരണയായിട്ടില്ല. 13 സീറ്റ് വേണമെന്ന നിലപാടിൽ ആവർത്തിച്ച് നിൽക്കുകയാണ് ജോസ് കെ മാണി. കുറ്റ്യാടി സീറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.